ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ലൈവ് ഒന്നും ചെയ്യാതെയും അതുപോലെ ഷോർട്സും വീഡിയോസും ഇടാതെ മാറി നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾക്കറിയാം. പക്ഷേ കുറച്ച് പേരോട് ചോദിക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു, ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ട് ഇന്ന് ഫോളോ അപ്പിന് ഞാൻ പോകുന്നുണ്ട്. വീട് പൂട്ടി നായ്ക്കുട്ടികളടുത്ത് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട്. സന്തോഷത്തോടെ നേരത്തെ ഹാജരെ കൂടെ എൻ്റെ അമ്മയും എനിക്ക് അറ്റം സീറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ കയറി അറ്റത്തിരിപ്പുണ്ട്. അവരെ നിരാശപ്പെടുത്തിയിട്ടില്ല, അറ്റം സീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സന്തോഷം, നമ്മുടെ ഓട്ടോ ഓർഡർ ഇവിടെ ഇരിപ്പുണ്ട്, വണ്ടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200-300 മീറ്റർ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്നും. ഇവിടെ ഒരു നമ്മുടെ ഗ്രന്ഥശാലയിൽ വരാനായിട്ട്. ഇടത്തോട്ട് പോയാൽ നമുക്ക് നെയ്യാറ്റിൻകര, വലത്തോട്ട് പോയാൽ കാട്ടാക്കട. ഇപ്പം പോകുന്ന വലത്തോട്ടാണ്. അമ്മയെ കൊണ്ട് കാണിച്ചതിന് ശേഷം ഇടത്തോട്ട് പോകണം. അവിടെയാണ് ഈ ഗ്രന്ഥശാലയുടെ ബേക്കിലാണ് കേട്ടോ കളങ്കാവലൊക്കെ നടന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം. നേരെ വീഡിയോയിലേക്ക് പോകാം. വായോ കൂട്ടുകാരെ. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. മാർച്ച് 11-ാം തീയതി രാവിലെ കേട്ടോ, മോളാണെങ്കിൽ കോളേജിൽ പോയി. സൂര്യമോൾ കോളേജിൽ പോയതിന് ശേഷം ഞാൻ പുറത്തോട്ട് അങ്ങനെ ഇറങ്ങാറില്ല. പക്ഷേ അന്നത്തെ ദിവസം എന്താ, ഞാൻ പുറത്ത് ഇറങ്ങിയ സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടന്മാർ കുറേ എണ്ണം ഉണ്ടല്ലോ, 8-10 അവന്മാരൊക്കെ എന്നെ കണ്ടത്, ഹായ് അമ്മ വന്നല്ലോ, ഗുഡ് മോർണിംഗ് അമ്മ, എന്ത് പറ്റി നേരത്തെ എണീറ്റോ എന്നൊക്കെ പറഞ്ഞ് കുശലാന്വേഷണം നടത്തിയപ്പോൾ മാതൃസ്നേഹം തുളുമ്പിയിട്ട് ഞാൻ അവർക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ചു കൊടുത്തു. ഇച്ചിരി വലിയ ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊടിച്ചു കൊടുത്ത് ആ മിക്സിയുടെ ജാറ് കഴുകാനായിട്ട് ഞങ്ങളുടെ നായ്ക്കുട്ടികൾ കിടക്കുന്ന ആ സൈഡിലേക്ക് ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്, അവിടെ കഴുകാൻ പോയതാണ്. കഴുകിയിട്ട് വന്ന സമയത്ത് ടപ്പോന്ന് എൻ്റെ തോളിൽ എന്തോ ഒരു സംഭവം വന്ന് വീഴുന്നു. വീണ സമയം തന്നെ ഞാൻ തട്ടി അതിനെ തള്ളി താഴെ ഇടുന്നു. നോക്കിയപ്പോൾ ചിരിക്കൊണ്ട് നിൽക്കുന്നത് പാമ്പ് കേട്ടോ. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. ഞാൻ പക്ഷേ ധൈര്യം സംഭരിച്ചുകൊണ്ട് നേരെ വീഡിയോ എടുത്തു. എന്താണ്, ഫോൺ എടുത്തു, വീഡിയോ എടുത്തതിന് ശേഷം അമ്മയെ വിളിക്കുന്നു, അമ്മയുടെ കാര്യം പറയുന്നു. അമ്മ പറഞ്ഞു, പാമ്പ് വന്ന് വീണതല്ലേ, നീ ഒന്ന് കുളിക്കാൻ പറഞ്ഞു. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും എണ്ണയൊക്കെ കയ്യിലൊന്ന് തൂത്ത് നല്ല തുടച്ചതിന് ശേഷം കുളിക്കാൻ പറഞ്ഞു. ഞാൻ കുളിച്ച് വന്നപ്പം ഈ ടി ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ ഒരു തോളിലൊരു വേദന ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കസിൻസിനെയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ ഉറങ്ങണ്ട, നേരെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ സന്തോഷിനെ വിളിച്ചു. സന്തോഷം അങ്ങനെ നേരെ നെയ്യാറ്റിൻകര നിംസിൽ കൊണ്ടു. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നേരെ എന്നെ കാഷ്വാലിറ്റിയിലാക്കാൻ പറഞ്ഞു. കാഷ്വാലിറ്റി ഡോക്ടർ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു ഒരു സ്നേക്ക് ബൈറ്റ്. കാരണം ഇത് ഒന്ന് പൊക്കത്തിൽ വന്ന് വീണപ്പോൾ അത് പേടിച്ചു. ഒരു ഹിമാലയം പർവ്വതത്തിൽ വന്ന് വീഴുന്ന പോലെ തോന്നിക്കാണും എൻ്റെ ഈ ശരീരത്തിൽ വീണപ്പോൾ. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പല്ല് കൊണ്ടതാണ് കേട്ടോ. നൈറ്റിൽ ഇങ്ങനെ പിടിച്ച സമയത്ത് എന്താ പറയേണ്ടത്, അത് എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്കത് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും ആ നൈറ്റിയുടെ പുറത്തൊരു കടി ചെറുതായിട്ട് വീണു. അതൊന്ന് ഈ പല്ല് താഴില്ലേ അതുപോലത്തെ ചെറിയ ഒരു, പക്ഷേ ബ്ലഡ് അങ്ങനെയൊന്നും വന്നിട്ടുമില്ല. അങ്ങനെ നേരെ എന്നെ ഐസിയുലാക്കി. ആ സമയത്ത് തന്നെ ഐസിയുലാക്കണം, ഇതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടിയിട്ടും ഒബ്സർവ് ചെയ്യണം, അരമണിക്കൂർ ഇടപെട്ട് എന്താ പറയേണ്ടത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞു, ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ അറിയാനായിട്ട്. അപ്പോഴാണ് ഞാൻ രമേശ് ചേട്ടനെയും കുറച്ച് യൂട്യൂബ് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം എന്താ പറയേണ്ടത്, നേരെ എന്നെ ഐസിയുലാക്കുന്നു. അപ്പം പിന്നെ എന്താ പറയുക എക്സ്റേ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ എനിക്കറിയത്തില്ല, എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു. ഞാൻ അകത്ത് കിടന്ന് ടെൻഷൻ അനുഭവിക്കുന്നു, അതിന് പുറത്ത് കിടന്ന് എൻ്റെ മക്കൾ, അതുപോലെ തന്നെ ദൂരദേശത്തിരുന്ന് രമേശ് ചേട്ടൻ ടെൻഷൻ അടിക്കുന്നു. എൻ്റെ എല്ലാ ബന്ധുക്കളെ രമേശ് ചേട്ടൻ വിളിച്ചു, അയ്യോ എൻ്റെ വൈഫ്, എൻ്റെ ബിജിക്ക് എന്ത് പറ്റി, അവളിങ്ങനെ ഹോസ്പിറ്റലാണ്, പാമ്പ് കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അറിയിക്കുന്നത്. പിന്നെ ആളായി ബഹളമായി. അങ്ങനെ ഒരു ദിവസം ഫുൾ ഐസിയുവിനെത്തായിരുന്നു. അരമണിക്കൂർ ഇടവിട്ട് ബ്ലഡ് എടുക്കണം. എൻ്റെ ഈ ശരീരത്തിൽ എവിടെ ബ്ലഡ് കിട്ടാനാണ്, ഈ വണ്ണം വച്ചിരിക്കുന്ന സമയത്ത് വെയിൻ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് വണ്ണമുള്ള ഈ വീഡിയോ കാണുന്നവർ ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു, നിങ്ങളും വെയിറ്റ് കുറയ്ക്കുക. ഹോസ്പിറ്റലൈസേഷൻ വെയിൻ കിട്ടത്തില്ല, വളരെയേറെ നമ്മൾ പാടുപെടും കേട്ടോ. ഞാൻ ഒത്തിരി അനുഭവിച്ചു കേട്ടോ. എന്തായാലും ഒരു ദിവസം ഐസിയുലത്ത് ഫുള്ളും കിടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, ആ ഒരു നിമിഷം എനിക്ക് ഓർത്തിരിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയേറെ ടെൻഷനായിരുന്നു കേട്ടോ. ഈ സാധനമാണ് കേട്ടോ വന്ന് വീണത്, ഈ പാമ്പാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഐസിയുനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം എന്നെ ഒബ്സർവേഷൻ റൂമിലാക്കുന്നുണ്ട്. ഇതെൻ്റെ വലിയമ്മയുടെ മകൾ റിങ്കി എടുത്തതാണ് കേട്ടോ. അവൾ പിന്നീട് ഞാൻ ഡിസ്ചാർജ് വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. ഇടി ഞാൻ നിൻ്റെ വീഡിയോസ് എടുത്തതൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ കിടന്ന് ചിരിച്ച് ഭയങ്കരമായിട്ട് കുറയുന്നു. ഞാൻ അറിയുന്നു, ഞാൻ പറഞ്ഞിട്ട് നീ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്റ്റൈലായിട്ട് എടുക്കുമായിരുന്നല്ലോ, കിടക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവളാണ് കഥാനായിക റിങ്കി, ഇവളാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത്. എന്തായാലും അവിടെ നാത്തൂൻ്റെ മകന്. അപ്പോൾ എന്തായാലും ഞാനാണെങ്കിൽ ആ ഒരു കുറച്ച് ദിവസം നമ്മൾ ഹോസ്പിറ്റലൈസ് ആകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു എന്താ പറയേണ്ടത് ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ഇഷ്ടമല്ല ഒരു അടച്ച മുറിയിൽ കിടക്കുക, ഭയങ്കര ഇതായിരുന്നു. സൂര്യമോൾക്ക് അപ്പോഴേ വയ്യായിരുന്നു കേട്ടോ. അവൾ ആകെ പേടിച്ചു പോയി. കാരണം അവൾ കോളേജിൽ പോകുന്ന പകുതി വഴിയിൽ വന്നതാണല്ലോ. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ
ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ വരുന്നുണ്ട്. പിന്നെ തുമ്പ മോൾ അവൾ എൻ്റെ മടിയിൽ കിടന്നാണ് ഉറങ്ങുന്നത് കേട്ടോ. അവളെയും പിടിച്ച് ഞാൻ മടിയിൽ കിടത്തി, ഞാനും കിടന്ന് ഇച്ചിരി ഉറങ്ങും. ഉറക്കം വരത്തില്ല. പിന്നെ അതാ ഇങ്ങനെ അരമണിക്കൂർ ഇടവിട്ട് പിന്നെ റൂമിൽ വന്ന സമയത്ത് 1 മണിക്കൂറായി, 3 മണിക്കൂർ, 6 മണിക്കൂർ. എനിക്ക് എവിടെ ബ്ലഡ് കിട്ടുക? എന്നെ ഈ പിടിച്ച് ഇരുത്തി നോക്കി, എന്നെ പിടിച്ച് കിടത്തി നോക്കി. നേഴ്സുമാർ ഈ ഒരു നേഴ്സ് വരുന്ന സമയത്ത് ബ്ലഡ് അവർക്ക് പറ്റത്തേ ഇല്ല കേട്ടോ. പിന്നെ വേറെ എടുക്കും. നമുക്ക് ഇപ്പോൾ വെയിൻ എടുക്കുന്നത് പോലെ തന്നെ ഈ കയ്യിൽ നിന്നും കുത്തിയെടുക്കും. വിരൽ നമ്മൾ ഷുഗർ നോക്കത്തില്ലേ, അതുപോലെ വന്ന് കുത്തി. എൻ്റെ മുന്നേ കുത്തി 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 എനിക്ക് ഒരു സ്ഥലം ബാക്കിയില്ലാതായിപ്പോയി കേട്ടോ. വളരെയേറെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു ബ്ലഡ് എടുക്കുന്ന കാര്യത്തിൽ കേട്ടോ. 504 റൂം നമ്പറിലാണ് കിടന്നത് കേട്ടോ, നിംസിൽ. പിന്നെ ആ ഒരു 2 ദിവസം കഴിഞ്ഞ സമയത്ത് പിന്നെ ഒരു ഫുൾ എൻജോയ്മെൻറ്റ് മൂഡിൽ വന്നു കേട്ടോ. ഞാൻ പിന്നെ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ സൂര്യ പറഞ്ഞു, അമ്മയ്ക്ക് വയ്യാത്തല്ലേ അമ്മ പോയി കിടക്കമ്മ, എന്തിനമ്മ, എനിക്ക് ഇച്ചിരി മുമ്പ് തലച്ചുറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3ാമത്തെ ദിവസമാണെങ്കിൽ രാത്രി 1 മണിയായപ്പോൾ ഞാൻ സൂര്യമോളത്ത് പറഞ്ഞു, മക്കളെ എനിക്ക് വിശക്കുന്നു. അങ്ങനെ കോഫിയും കേക്കും ഒക്കെ മേടിച്ചിട്ട് വന്നു. ഡോക്ടർ പറഞ്ഞു എണ്ണ പലഹാരം കഴിക്കരുത്, പിന്നെ നോൺ വെജ് ഒന്നും കഴിക്കരുതെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 3ാമത്തെ ദിവസം എൻ്റെ ആര്യമോളും പാലക്കാട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവൾ സുഖം ഉറക്കമായിരുന്നു. അങ്ങനെ രാവിലെയായി, ഉച്ചയായി. ഉച്ച സമയത്ത് എനിക്ക് പേഷ്യൻ ഫുഡെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുതരും. പക്ഷേ പിള്ളേർ ബിരിയാണിയൊക്കെ വഞ്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വേണോ? അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ കഴിക്കണ്ടെന്നല്ലേ പറഞ്ഞ, അമ്മ കഴിക്കമ്മ എന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആരും ഇങ്ങനെ കുഞ്ഞു പിള്ളേർ അമ്പിളി അമ്മനെ കാണിച്ചു തരാം, അമ്പിളി അമ്മ നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിള്ളേരെ കൊടുക്കില്ലേ കണ്ടോ. ഇതൊക്കെയാണ് അങ്ങനെ കോമഡി പറഞ്ഞിട്ട് അവളെയും കൂടി തീറ്റിപ്പിച്ചു. ആയിരിക്കാണെങ്കിൽ ഇഷ്ടമല്ല, അവളിപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നതാണ്. അവൾ റെഡി, എനിക്ക് വേണ്ട. പക്ഷേ സൂര്യ നിർബന്ധിച്ച് അവൾക്കങ്ങ് വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന അസുലഭ നിമിഷം എത്തി, ഡിസ്ചാർജ്. അയ്യോ എൻ്റെ പൊന്നോ, എത്തി ഡിസ്ചാർജ് ആയപ്പോഴാണ് ഭയങ്കര സന്തോഷമായത് കേട്ടോ. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കാരണം നമ്മൾ ഒരു കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല, എല്ലാം ഇൻഷുറൻസാണ് നോക്കിയത് കേട്ടോ. നല്ല ഒരു സർവീസാണ് കേട്ടോ സ്റ്റാർ ഹെൽത്ത് ചെയ്യുന്നത്. എന്തായാലും എടി സൂര്യ പറയാണ്, എടി വാടി നമുക്ക് അമ്മയെ ഒപ്പന പാടി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാം, അമ്മയെ നമ്മളിതാ കൊണ്ടുപോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒപ്പന പാടി കളിക്കുന്നുണ്ട്. എപ്പോഴും ഒരു ഫണ്ണി മൂഡാണല്ലോ. എന്തായാലും ജനിച്ച് ഇത്രയും നാളിൽ എനിക്ക് പേടിയുള്ള ഒരു സാധനം പാമ്പായിരുന്നു കേട്ടോ സുഹൃത്തുക്കളെ. ചിലപ്പോഴൊക്കെ ഞാൻ കിടക്കുന്ന സമയത്ത് കട്ടിൻ്റെ അടിയിലൊക്കെ നോക്കും പാമ്പുണ്ടോ, ബാത്റൂമിൽ പോയാൽ ഞാൻ നോക്കും പാമ്പുണ്ടെന്നൊക്കെ. എനിക്കൊരു പേടിയാണ് കേട്ടോ. പക്ഷേ അതുകൊണ്ടായിരിക്കും അതെന്നെ ഉപദ്രവിക്കാതെ പോയത് കേട്ടോ. ഞാനും അതിനെ കൊന്നിട്ടില്ലായിരുന്നു, കാരണം അമ്മ പറഞ്ഞ് അടിച്ച് കൊല്ലുമല്ലത്. പക്ഷേ എനിക്കെന്തോ അതിനെ കണ്ടപ്പോൾ ദയനീയ തോന്നി. അതും പേടിക്കുന്നുണ്ടായിരിക്കും, ഈ ഇവളെന്നെ ഇപ്പോൾ അടിച്ച് കൊല്ലുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പാവം, ചിലപ്പോൾ ഈ പാമ്പ് പ്രശസ്ത യൂട്യൂബറായ വിജി രമേശിനെ കണ്ടപ്പോൾ ആ ഒരു സന്തോഷത്തിൽ മതിമറന്ന് എൻ്റെ തോളിൽ വന്നിരുന്നതായിരിക്കും, ഒരു സെൽഫിക്കായിരിക്കാം, നമുക്കറിയത്തില്ലല്ലോ എന്താണെന്നുള്ളത്. എന്തായാലും ഞാൻ പാമ്പിനെ കൊന്നിട്ടില്ല, ഞാൻ അങ്ങനെ അതിനെ പറമ്പിലേക്ക് രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ അപകട വാർത്ത അറിഞ്ഞ് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് എൻ്റെ ബന്ധുക്കൾ, എൻ്റെ രമേശേട്ടൻ, എൻ്റെ മക്കൾ, അതിനുപരിയായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, അയൽക്കാർ, അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിലെ സുഹൃത്തുക്കൾ, ആരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ അപകട വാർത്ത അറിഞ്ഞ് ഓരോ വ്യക്തികളും എന്നെ വിളിച്ച് വിവരം തിരക്കുക മാത്രമല്ല, എൻ്റെ മക്കളെയും എൻ്റെ രമേശേട്ടനെ വിളിച്ച് സപ്പോർട്ടൊക്കെ കൊടുത്ത് ഒരുപാട് ഞങ്ങളെ കെയർ ചെയ്ത എല്ലാ നല്ല ഉള്ളങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു വിജി രമേശ് വ്ളോഗിലെ ബിജി. ബൈ.